Hey guys, welcome to my channel. It's Jayalakshmi. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇൻട്രോ പറഞ്ഞ് ചെയ്യണത്. എന്തായാലും കുഴപ്പമുണ്ടാവും, കാരണം ഞാൻ കുറെ റിഹേഴ്സൽ എടുത്തിട്ടാണ് ഇങ്ങനെ പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ്. ഞാനിത് ഗുഡ് വൈബ്സിന്റെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റനിങ് ടോണറും അതുപോലെ തന്നെ അത് ഈ ഒരു ബ്രൈറ്റനിങ് ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് രണ്ടും തീർന്നിരിക്കുകയാണ്. ഇതിൽ കാണിച്ചു തരാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും യൂസ് ചെയ്ത് നോക്കണം, റൈസ് വാട്ടറിന്റെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എന്തായാലും ഇതും എന്റെ സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചേക്കണത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊഡക്ട്സ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ചേഞ്ചസ് എന്തായാലും വരും ചെയ്യും. ഇപ്പൊ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഒരു 1 മന്ത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. 1 മന്തിൽ തന്നെ എനിക്കിത് ഇത്രയും ബോട്ടിൽസ് ആയി. എൻ്റെ ഫസ്റ്റ് ബോട്ടിൽസ് തന്നെ എന്നെ കഴിയും ചെയ്തു. ഇത് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നോ അങ്ങനെ എന്തോ ആണ് ഇത് തീർന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഇതിന് രണ്ടാമത് ഓർഡർ ചെയ്യണം. പക്ഷെ പെർപ്പിളിൽ നിന്നാണെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ ആ ഒരു എന്താ പറയുക പെർപ്പിൾ മെമ്പർഷിപ്പ് കഴിഞ്ഞ കാരണം ഇനിയിപ്പോൾ എന്തോ ഓർഡർ ചെയ്യാനുണ്ടെങ്കിലും 500 രൂപേൻ്റെ താഴെ ഓർഡർ ചെയ്തെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റും കൂടി വാങ്ങാനുണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങോട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങാൻ നിൽക്കുന്നത്. എന്തായാലും എത്ര നാൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാന്ന് വെച്ചപ്പോൾ എന്തായാലും ആ പ്രൊഡക്റ്റ് വന്നതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ ഫേസിലടിക്കുന്നില്ല, ഞാൻ കുളിച്ചിട്ടും കൂടി ഇല്ല. അപ്പോൾ വേർത്തൊക്കെ ഇരിക്കാനാണ്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത് വെച്ചൊന്നും നോക്കണ്ട, കുളിച്ചിട്ടും കൂടിയില്ല. അപ്പോൾ നല്ല ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചത് ഒരു പൊമിഗ്രാനൈറ്റിൻ്റെ ആയിരുന്നു. എൻ്റെ പൊന്നോ അതടിക്കുമ്പോഴേക്കും എൻ്റെ കണ്ണിലൊക്കെ ആയിരുന്നു. കറക്റ്റ് നമ്മളെ ഈ സാധനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ കണ്ണിക്കരുന്ന് ഇങ്ങനെ പോയി അടിക്കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും കുഴപ്പമില്ല, സമാധാനം ഉണ്ടായിരുന്നു. കണ്ടോ, എന്തായാലും ഈ രണ്ട് പ്രൊഡക്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണതാണ്. ഡെർമാടച്ചിന്റെ തന്നെ ഒരു സിറം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറം. അപ്പൊ എന്തായാലും എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. പക്ഷെ ഇതിന്റെ മണം എന്തോ വെളുത്തുള്ളിയിലൊക്കെ ഒരു സ്മെല്ല് പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ഇരിക്കണം എന്നില്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന്റെ സ്മെല്ലായിട്ട് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് പോലെ തോന്നിയിട്ടാണ്. പക്ഷെ സാധനം കൊള്ളാം. എന്തായാലും റിവ്യൂ ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും നാൾ വലിയ ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനും പിന്നെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും റിവ്യൂ പറയാം. ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാനൊരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസത്തെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ് പോലെ. എന്തായാലും ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുമെന്ന് നോക്കി നോക്കാം. എന്നിട്ട് എന്തായാലും വീഡിയോ ഇടാൻ വെക്കാം. അപ്പം നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ഞാൻ എന്തായാലും വീഡിയോ ഇടാം. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതും അതിൻ്റെ തന്നെ സെയിം നമ്മുടെ സൺസ്ക്രീൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫുൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് വരാൻ തോന്നുന്നുണ്ട്. എന്തായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും യൂസ് ചെയ്ത് നോക്കി നോക്കട്ടെ. കുറച്ച് നല്ല ഒരു നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്തെങ്കിൽ അപ്പോൾ തന്നെ റിസൾട്ട്സ് ഒന്നും വരില്ല. ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 മാസം ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു റിസൾട്ട്സ് എന്തെങ്കിലും വിസിബിൾ ചെയ്യുള്ളൂ നമ്മുടെ ഫേസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. അപ്പോൾ എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പറയാട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ ഷുഗറിൻ്റെ തന്നെ ഒരു ലിപ് ബാം എനിക്ക് യൂസ് ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് കറക്റ്റ് ഒരു വൈൻ ഗ്ലാസ് ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ലേ. എന്തായാലും കൊള്ളാം. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കണതും ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്, കളറൊക്കെ വല്ലാണ്ടെന്ന് പറയുമ്പോൾ. പക്ഷെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് ഇത് പോവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഡോട്ട് ആൻഡ് ഗീൻ്റെ കുറച്ചുകൂടി നല്ല രസം ഉണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എന്താ പറയുക, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മളെ ഫേസിൽ ഇരിക്കുമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെയില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോണ്ടത്. ഞാൻ ഇപ്പം ഇട്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത് ഇടേണ്ടി വരും. അപ്പോഴേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യണത്. എന്തായാലും കുഴപ്പമില്ല. ഒരു ലിപ് ബാം എന്നുള്ള ടൈമിൽ നമുക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. കാരണം വിൻ്റർ ടൈം ആകുമ്പോൾ നമുക്ക് പറയണ്ടല്ലോ. ഞാൻ തന്നെ നമ്മളെ കൈമളാണെങ്കിൽ നിറയെ ഇങ്ങനെ ഇപ്പം ഒരു തവണ എനിക്ക് പണി കിട്ടിയതാണ്. അത് വേറെ കാര്യം. അത് എൻ്റെ മണ്ടത്തരം തന്നെയാട്ടോ. എനിക്ക് ഇത്തിരി മണ്ടത്തരം കാണിച്ച് നോക്കലൊക്കെ ഒത്തിരി കൂടുതലാണ്. ഞാൻ
അത് ആ സമയത്ത് ഞാൻ വീഡിയോ ഇല്ലാണ്ടൊന്നും കാണിക്കണ്ടായിരുന്നില്ല. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഞാൻ എൻ്റെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. പൊളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടി ഇങ്ങനെ, അയ്യോ കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ പോലെ, വൈറ്റ് ഹെഡ്സും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആവി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കളയാണ്. അപ്പോൾ ആവി പിടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, തോർത്തുണ്ടാവില്ല നമ്മൾ തുടയ്ക്കുന്നത്, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ അമർത്തി അങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ചുമന്നൊക്കെ ഇരിക്കണ്ടല്ല. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം പോയി, കുറേയൊക്കെ പോയിട്ടാ. അങ്ങനെ ചെയ്തപ്പോൾ പോയി ഒരു 10 മിനിറ്റ് ഞാൻ അതെന്തോ ബോധമില്ലാണ്ട് പറഞ്ഞാട്ടാ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ലെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു ബ്ലാക്ക് സാധനമൊക്കെ കാണുന്നു. പിന്നെ വിചാരിച്ച് എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പിന്നെ ചോര ചത്ത് കിടക്കണ പോലത്തെ ഒരു കളറും അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, തൊലി നീങ്ങിപ്പോയി. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, മറ്റേ പൊമിഗ്രാനൈറ്റിൻ്റെ ആ ഒരു ടോണർ ഉണ്ടായിരുന്നു. ആ ടോണർ ഞാൻ എൻ്റെ ഫേസിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒഴുകിവല്ലോ, ഒരു ജാതി നീറ്റൽ വന്നപ്പോൾ ഞാൻ എന്തിട്ടാണെന്ന് വെച്ചു. പിന്നെ അപ്പോഴേക്കും കത്തണില്ല, നമ്മളിങ്ങനെ ഒരു അക്രമം ചെയ്തതിനെ പറ്റി ഒന്നും ആലോചിക്കണില്ല. അങ്ങനെ യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര നീറ്റൽ തന്നെ കൂടണം. അപ്പം നീറ്റൽ വന്നപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു അക്രമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ചെയ്ത് നോക്കരുതെന്നല്ല, ചെയ്യണേണ്ട് കുഴപ്പമില്ല. ഞാൻ വല്ലാണ്ട് എനിക്ക് പറ്റണ ഫുൾ ആരോഗ്യം എടുത്തിട്ടാണ് ഞാൻ ഈ കിടന്ന് ഈ വരയ്ക്കുന്നത് മുഴുവൻ എടുത്തത്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്ന് തന്നെ എനിക്കിത് എങ്ങനെയെങ്കിലും കളഞ്ഞേ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചിട്ടാണ് ഈ വരച്ചത്. ഈ വരച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീല കളർ പാടൊക്കെ കിടക്കണം, അതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഒരു മാതിരി ചുമന്നിരിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി വേണ്ടാത്ത പണി. പിന്നെ അതിന് ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ പറയണത്. നമ്മളെ വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാനാണ്. ഫസ്റ്റ് എന്തായാലും നമുക്കൊരു ഓയിലിങ് എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഓയിലിനെ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ ഒരു വട്ടം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ ഇടാന്നുള്ളത്, ക്ഷീണിട്ടിട്ടില്ല, വീഡിയോ ഇടാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ പറയാം. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട്. രണ്ടിനും യൂസ് ചെയ്യാൻ നല്ലത് തന്നെ കേട്ടോ. ഫേസിന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യാനൊക്കെ നല്ലൊരു ഓയിലാണ്. ഒന്നില്ലെങ്കിൽ ജോജോബ ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇതിൻ്റെ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ അതിന്, കൊള്ളാം, നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഒരു സ്വീറ്റ് ആൽമണ്ടിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെയാണ് ശരിക്കും ഉള്ളത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനിത് ഹെയറിലും അപ്ലൈ ചെയ്യാറുണ്ട്, ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, ഹെയറിൽ മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ 2 എണ്ണം കൂടിയാണ് യൂസ് ചെയ്യാറുള്ളത്. കാസ്റ്റർ ഓയിലും അതുപോലെ ഈ ഒരു ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറ്. ഇത്രയേ എടുക്കുള്ളൂ, കാണാൻ പറ്റുമെന്ന് തന്നെ ആർക്കറിയാം. ഒക്കെ ഇവിടേക്ക് ഒഴുകിയെത്തി. കാസ്റ്റർ ഓയിലും കൂടിയും അതിലേക്ക് വയ്ക്കാം. ഞാൻ കുറച്ചെടുക്കുള്ളൂ, ഭയങ്കര കട്ടിയാണ് ഇങ്ങനെ. ഇത്ര മതി, ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. ഇത്ര എടുക്കണുള്ളൂ കേട്ടോ. കുറേ നാളായിട്ട് ഇപ്പം ഇതാണ് കേട്ടോ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ മുടിയിൽ ഭയങ്കര വൃത്തിയായിട്ട് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് കെയർ ചെയ്യുന്നുണ്ട് തല. അത് കാരണം എൻ്റെ ഹെയർ കുറച്ചൊക്കെ ലെങ്ത്ത് വയ്ക്കുന്നുണ്ട്. അതിനൊപ്പം ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ തുമ്പ് ഇങ്ങനെ വെട്ടിയും കൊടുക്കുകയും ചെയ്യും. ഒരു വട്ടം വെട്ടിയിട്ട് എലികാരണ്ട പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവനെ തന്നെ സ്വന്തമായിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഒരു വട്ടം ഞാൻ ഏതോ ഒരു പാർലറിൽ പോയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചേച്ചിക്ക് വെട്ടി തന്നു. അതിന് ശേഷം എൻ്റെ മുടി പിന്നെ വളർന്നിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ പാർലറിൽ പോയിട്ട് അങ്ങോട്ട് മുടി വെട്ടാൻ നിൽക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ വെട്ടും, വേറൊരാളെ കൊണ്ട് ഞാൻ വെട്ടിക്കാറുമില്ല. അപ്പം ഞാൻ ഇത്രയും എടുക്കണത്. പിന്നെ കൈ മുഴുവനും ഇങ്ങനെ ആക്കാണ് ചെയ്യണം. കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കുറേയൊന്നും പണ്ടൊക്കെയാണ് എണ്ണയിൽ മുങ്ങി നടക്കാറുള്ളത്. അയ്യോ ആലോചിച്ചൂടെ. തലക്ക് ഒരു വട്ടം മസാജ് ചെയ്യൽ കഴിഞ്ഞാണ് കേട്ടോ. അമ്മേനെ കൊണ്ട് റോസ്മേരി അടിച്ചിട്ടൊക്കെ മസാജ് ചെയ്യിപ്പിച്ചാണ്. പക്ഷെ കുളി കഴിഞ്ഞാലും റോസ്മേരി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഉലുവേൻ്റെ ഒക്കെ വെള്ളം യൂസ് ചെയ്യണതും അതുപോലെ അതിൻ്റെ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില സമയത്ത് നമ്മളെ തല ഒരുമാതിരി ചകിരി പോലെ ഇരിക്കും. ആ ടൈമിലൊക്കെ ഈ ഉലുവേൻ്റെ സാധനം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഡ്രൈ വല്ലാണ്ടായിട്ടിരിക്കും. പിന്നെ ഒരു തൈ പോലെ എണ്ണമയവും ഉണ്ടാവില്ല, ഒരു തേങ്ങയും ഉണ്ടാവില്ല. ആ സമയത്തൊക്കെയാണ് ഭയങ്കര അത് ഉണ്ടാവാം. പിന്നെ നോക്കുമ്പോൾ മുടി കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മുടി ഒന്ന് ഈരാൻ വേണ്ടി നോക്കണ സമയത്ത് നോക്കുമ്പോഴായിരിക്കും കൊഴിഞ്ഞു വരും. ഭയങ്കരമായിട്ട് കൊഴിച്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനത്തെ കട്ടിയുള്ള പാക്കുകളായിരുന്നു ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അത് ഗുണമുണ്ട്, പക്ഷെ അതിനൊപ്പം തന്നെ ഇങ്ങനെ ഡ്രൈ ആയിപ്പോണു വല്ലാണ്ട്. അതായിരുന്നു എനിക്കൊരു മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് നോർമൽ തലയാണെങ്കിൽ ഒരു കുഴപ്പമില്ല,
ട്രീറ്റ്മെൻറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരു ഇതും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതല്ലാണ്ട് വേറൊരു സാധനം ഉപയോഗിക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെന്തെങ്കിലും കെയർ ചെയ്യാൻ നോക്കും. പിന്നെ ഞാൻ പരമാവധി ഇപ്പം കുറേ നാളായിട്ട് ഞാൻ കെമിക്കൽ കുറേയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നോക്കണം. പഴയ ഹെയറിലേക്ക് മാറാമെന്നല്ല, എന്നാലും കുറേയൊക്കെ നാച്ചുറലായിട്ട് തന്നെ പഴയ ഹെയറിലേക്ക് തന്നെ നോക്കാം. പഴയ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചുരുണ്ടതായിരുന്നു. അതെനിക്കാവാൻ ഇഷ്ടമല്ല. എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം എന്തോരം എക്സ്ട്രീമായിട്ടുള്ളൊരു തലയാണെന്നുള്ളത്. ഒരുമാതിരി തലയായിരുന്നു. ഇതാണ്ട് ജഡായി സ്വാമിമാരെ പോലെ ഇരിക്കുന്നുണ്ടാവും, അതുപോലെ ഇരിക്കുന്ന തലയായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ആലോചിച്ചുകൂടാ. അതിൽ നിന്ന് ഇങ്ങനെ തലയ്ക്ക് വന്നപ്പോഴാണ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ, നോക്കി നോക്കണം. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന സമയത്ത് ഇപ്പം ബാക്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും കൂടി മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല ഹെയറിൽ. ഒരു സ്റ്റൈൽ അങ്ങനത്തെ ഒരു സാധനങ്ങൾ പറ്റില്ല. പണ്ടത്തെ ഒരു സ്റ്റൈലിന് പറയണ്ട. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എന്നെ ചിരി വരും. +1 +2 പഠിക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞു തോന്നുന്നുണ്ട്. +1 പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു ഹമ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഒന്നാമതിൻ്റെ തലേൻ്റെ ഇങ്ങനെ ഈ ഇഴകൾ ഇങ്ങനെ ഇരിക്കും. ഹമ്പ് വെച്ചാലും എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കും. അതുപോലെ വൃത്തിയായിട്ടുള്ളൊക്കെ മുടിയൊക്കെ കെട്ടി ഞാൻ കൊണ്ട് ക്ലാസ്സിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും അറിയില്ലായിരുന്നല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ കണ്ണാപ്പികളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെയായിരുന്നല്ലോ ആ പ്രായത്തിൽ. അപ്പം എന്തായാലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഏകദേശം ഇതിലത്തെ ഓയിൽ ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. ആകെ കുറച്ചാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. അല്ലാണ്ടാവുമ്പോൾ ഒരുമാതിരി ഇരിക്കും. പിന്നെ ഷാമ്പു ആണെങ്കിൽ ഞാൻ കുറേയൊക്കെ കുറച്ചു. അപ്പോൾ കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മുടി വല്ലാണ്ട് ഒരുമാതിരി ആവണ്. അത് കാരണം കുറച്ച് നാൾ കെമിക്കൽ ഷാമ്പു ഒന്നും വേണ്ട, നാച്ചുറലായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാം. കാരണം വീട്ടിലിങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ നടക്കുള്ളൂ. ഒക്കെ അന്ന് ഹൈദരാബാദിൽ ഇവിടേക്ക് വരുന്ന സമയത്തും ഭയങ്കരമായ ഇതായിരുന്നു. എന്താ പറയുക, എൻ്റെ മുടിയുടെ കോലം എൻ്റെ വീഡിയോ എടുക്കണ്ടായിരുന്നു. എൻ്റെ മുടി ഇരിക്കണത് ഒരുമാതിരി കോല് പോലെ കിടക്കായിരുന്നു. ഒന്നാമത് അവിടുത്തെ വെള്ളം പൊട്ടയാണ്, വെള്ളം ഉണ്ടാവില്ല ചില നേരത്തെ കുളിക്കാനാണെങ്കിൽ. അതുപോലത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ആലോചിച്ചൂടെ, ഹൈദരാബാദ് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഹൊറിബിളായിട്ടുള്ള ദിവസങ്ങളാണ് എൻ്റെ കണ്ണിലേക്കും എല്ലാം കാണുന്നത്. അത് കാരണം ഹെയർ ഞാൻ ഒട്ടും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നോക്കാൻ പറ്റുന്നുണ്ടായില്ല. ഒന്നാമത് നേരില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ടാസ്കൊക്കെ ഉണ്ടായിരുന്നു ജോലിയിലായിരുന്ന സമയത്ത്. പിന്നെ റിസൈൻ ചെയ്ത് പോകുന്നതാണ്. അവിടെ നിന്ന് സമയത്താണ് എൻ്റെ മുടിയൊക്കെ വല്ലാണ്ട് കൊഴിഞ്ഞു തുടങ്ങിയത്, അവിടുത്തെ വെള്ളം യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ നാട്ടിൽ വന്ന് കുറേയൊക്കെ മുടി കെയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിക്കാനെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റോസ്മേരിയുടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിർത്തിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇത് നിർത്തിയിട്ട് കൊഴിയോ, പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ തലയൊക്കെ മുട്ട ചില പോലെ ആയെന്നെ. അപ്പം എന്തായാലും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത്, റോസ്മേരിയുടെ. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. അതിന് ശേഷം കുറച്ചൊക്കെ തിക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം എൻ്റെ മുടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരെണ്ണം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ഞി പോലെയാ, ഒരു കട്ടി പോലും ഇല്ല. നോർമലി എല്ലാവർക്കും കട്ടിയൊക്കെ ഉണ്ടാവും. എൻ്റെ മുടിയുടെ ഇഴ കണ്ട ഇതിങ്ങനെ ഇരിക്കും, ഒരു ആരോഗ്യമില്ലാത്ത മുടി തന്നെ. അപ്പോൾ എനിക്കൊക്കെ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പോലത്തെ മുടിയുള്ള ആൾക്കാർക്കാണെങ്കിലും പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ തലയിൽ തേച്ചിട്ട് കാര്യമില്ല, കുറേയൊക്കെ തിന്നണം എന്തെങ്കിലും. തിന്നിട്ട് മാത്രം ഉള്ളിലേക്ക് എന്തെങ്കിലും എത്തിയാൽ മാത്രമാണ് മുടിയൊക്കെ നന്നായിട്ട് ഇരിക്കുള്ളൂ. ഞാനൊന്നും മര്യാദയ്ക്ക് കഴിക്കില്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ടാണ് മര്യാദയ്ക്ക് ഇന്ന് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ എനിക്ക് ഭയങ്കര മുടിക്കൊഴിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇങ്ങനെ തുമ്മൽ കൂടിയൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഓവറോൾ ഒരു സാധനവും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോൾ പരിപ്പ അല്ലെങ്കിൽ പയറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെന്ന് വിചാരിക്കും, പയറല്ല സാമ്പാർ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ പരിപ്പിലാണെന്നുണ്ടെങ്കിൽ പരിപ്പ് പറ്റും. പിന്നെ എന്താ മുളക്, പച്ചമുളക് പറ്റില്ല. പൊടി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സാമ്പാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ എന്താണ് സാധനത്തിന് മറ്റേ വെണ്ടക്കായ പറ്റില്ല, ക്യാരറ്റ് പറ്റില്ല. പിന്നെ എന്തിട്ടായിരുന്നു, ബീട്രൂട്ട് ഇടില്ല കേട്ടോ സാമ്പാറിന്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കോമൺ ആയിട്ട്. അങ്ങനെ ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളി പാടില്ല, കടുക് പാടില്ല, ഓയിലാണെങ്കിലും ജസ്റ്റ് ഒരു ഇത്തിരി മാത്രം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ കൺട്രോൾ ഉണ്ടായി. ഒരു ലിസ്റ്റ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അത് കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ട നല്ല സാധനങ്ങളാണെങ്കിലും അതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനൊക്കെ അലർജിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് തീരുന്നവരെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ ഒരു 48 kg ഞാൻ പിന്നെ മാറിയത്. ഇപ്പം റീസെൻ്റായിട്ടാണ് എൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞേക്കണത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 42 ആയി. എത്രത്തോളം കുറഞ്ഞു നോക്കി നോക്ക്. ഇനി പഴയ പോലെ കഴിച്ച് ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കി എങ്ങനെയെങ്കിലും റെഡിയായി എന്ന് വരണം. ഇത് പിന്നെ ഫേസിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാണ്ട് വന്നപ്പോൾ ഫേസൊക്കെ ഒരുമാതിരി എന്താ പറയുക ചുക്കി ചുളിങ്ങിയ പോലെ എന്നൊക്കെ പറയും, അതുപോലെ ഇരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ. ഇങ്ങനെ അത് ഈ ടൈമിൽ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ലാസ്റ്റ് വീക്ക് വരെ ഇതേപോലെ തന്നെ ആയിരുന്നുണ്ടായി. ഞാൻ എന്തൊക്കെ ചെയ്താലും എത്ര കെയർ ചെയ്താലും എൻ്റെ സ്കിന്നിനാണെങ്കിലും എൻ്റെ ബോഡിക്കാണെങ്കിലും ഒന്നും ഏൽക്കില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടെ. പക്ഷെ എനിക്ക് നമുക്ക് നമ്മളുടെ ബോഡീസിന് വരുന്ന ചേഞ്ചസ് നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര കുഴിച്ചിട്ടുണ്ടായി. എക്സ്ട്രീം ലെവലായിട്ടുള്ള മുടി കൊഴിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാനിപ്പോൾ ആ ഒരു മുടി കൊഴിച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. അത് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അപ്പം ഞാൻ ഇവിടെ ഇടാം എന്തായാലും ആ ഫോട്ടോ. അപ്പം ഇതേമാതിരി ആയിരുന്നു എൻ്റെ ഹെയർ പോയിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വട്ടം ഞാൻ എൻ്റെ മുടി ഒരു ദിവസം എന്തായാലും ഈരുന്നുണ്ടായിരുന്നു. എന്താ പറയുക കോമ്പൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു വട്ടം പോണ ഹെയറാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണിച്ചു തന്നത്. കാരണം ഇനിയുള്ള ടൈമിൽ ഞാൻ ഫുള്ളും എന്തായാലും മുടിയും സ്കിന്നും കൂടും ഇനി സെറ്റാക്കാനാണ് നോക്കണത്. കാരണം ഇത്ര നാൾ ഇങ്ങനെയോ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട്. അതുതന്നെ ഇനി എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കാനാണ് ഞാൻ നോക്കണത്. ഫോണിലൊന്നും പുകമയം പോലെ എനിക്കറിയില്ല കേട്ടോ. ഇനി ഞാൻ വെളിച്ചെണ്ണ തൊട്ടേക്കണ കൈ തൊട്ടിട്ടായിരിക്കും. ഒരു മിനിറ്റ് ശരിയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ തൊട്ട കൈ കൊണ്ട് ആ ക്യാമറ തൊട്ട കാരണം ഇത്രയും നേരം ഒരുമാതിരി പുകമയം ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇപ്പം ശരിയായപ്പോൾ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തല. ഹെയർ ഓയിലിങ് എന്തായാലും ഇവിടെ കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് തലയിലിടാനുള്ള പാക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാക്ക് എന്തായാലും ഉണ്ടാക്കണത് മുഴുവൻ ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അതിനിടയ്ക്ക് പാക്ക് യൂസ് ചെയ്യണതാണെങ്കിലും ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അടുക്കളയിൽ എനിക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചു തരാനും ഒന്നും പറ്റില്ല. ഒന്നാമത് ഈ ട്രൈപോഡ് വല്ലാണ്ടൊന്നും നമ്മൾ നിൽക്കണ ഹൈറ്റിലൊന്നും നിൽക്കില്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇരുട്ടുമയായിരിക്കും മുഴുവനും, ഒന്നും കാണാൻ മര്യാദയ്ക്ക് പറ്റില്ല. ഞാനിപ്പോൾ തന്നെ ഈ സമയത്ത് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ കുറച്ച് വെളിച്ചുണ്ടാവും ഈ വിൻഡോ കൂടെ വരുന്നത്. ഓയിലിങ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മുടീനെ അഴിച്ചിടാണ്ട് നോക്കണം. തൽക്കാലം ഞാൻ ഈ റെഡ് കളർ സ്ക്രഞ്ച് എനിക്ക് കിട്ടിയിരിക്കണത്. അപ്പം ഞാൻ അത് എടുത്തിടാൻ പോവാണ്. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നേക്കാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ പൂവ് ഞാൻ അരിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജ്യൂസ് അടിച്ചിട്ട് എന്താ പറയുക ഇതിനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ്. പിന്നെ അതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ചെയ്താലോ. അപ്പം ഞാൻ ഇതിനെ ഫസ്റ്റ് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. നമുക്കൂടെ കുറുമ്പയ്ക്ക് എൻ്റെ കൈമക്കൂടെ ഒഴുകി വരുന്നത്. അപ്പം ആദ്യം തന്നെ ഈ പൂവിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വല്ലതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞു മാഞ്ഞ് നടക്കണ്ടല്ലോ. അത് കാരണം കഴുകി ഇങ്ങോട്ട് എടുക്കാം. വാഷ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, കുറേയൊന്നുമില്ല. മേലയിലാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ മുഴുവനും നിൽക്കണത്. അത് കാരണം അവിടെ പോയി ഒന്നും പൊട്ടിച്ചില്ല. പാമ്പും ചേമൊക്കെ ഉണ്ടെങ്കിൽ കടിയൊക്കെ കിട്ടും. അത് കാരണം ഉള്ളത് വെച്ച് അങ്ങ് എടുക്കണം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എതള് മാത്രം എടുക്കുള്ളൂ. ഈ പൂവിൻ്റെ ഭാഗമൊന്നും എടുക്കാറില്ല. നമുക്കിതൊന്നും എടുക്കട്ടെ. ഇങ്ങനെ എതള് മാത്രമായിട്ട് എടുക്കാം. ഞാൻ ഇവിടെ തന്നെ മിക്സീൻ്റെ ഒരു ജാറ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് ഞാൻ ഇടണത് എല്ലാത്തിനും കേട്ടോ. മുടിയൊക്കെ കൊഴിയണമെന്ന് കണ്ടപ്പോൾ നമ്മൾ പണ്ടത്തെ ശീലങ്ങളിലേക്ക് തന്നെ പകുതി മുക്കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഫുള്ളും ഇങ്ങനത്തെ ചെയ്തിട്ട് നമുക്ക് മുടിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് ശേഷം കെമിക്കലും ഓരോന്നൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഫുൾ ടൈം മുടി കൊഴിച്ചിലും ഓരോന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ പണ്ടത്തെ ശീലത്തേക്ക് തന്നെ പിന്നെയും താളി അതുപോലെ ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് പിന്നെയും തിരിച്ചു വരുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ അടിച്ചെടുക്കണത്. നോർമലി നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വല്ലാണ്ട് കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് വരുമ്പോൾ ഓൾറെഡി കുറേ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ വെള്ളവും കുറേയും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ലൂസായിട്ടിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ തലയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ഒഴുകി താഴേക്ക് വീഴല്ല. അതിന് കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം എന്തായാലും ഞാനിത് എന്തായാലും മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ മറ്റേ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളർ പോലെ ഉണ്ട്, കണ്ടില്ലേ? ഞാൻ തിരിച്ചിരിക്കാൻ ഒഴിക്കട്ടെ.
നമുക്കിതിനെ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് മാറ്റാം ഫസ്റ്റ് തന്നെ. ഞാൻ അരിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഇങ്ങനെ അരിച്ച് നോക്കി നോക്കട്ടെ ഫസ്റ്റ്. തുണിയിലൊരു കഷ്ണം ഉണ്ടായിരുന്നു അരിക്കണം, അതൊന്നും ഇവിടെ കാണാനില്ല. അത് കാരണം അരിപ്പ വെച്ചിട്ടാണെങ്കിൽ തൽക്കാലം നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഓരോ സാധനങ്ങളായിരിക്കും നമുക്കിത് ഇങ്ങനത്തെ ഒരു അരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ അരിക്കണത്. ഇങ്ങനെ ഇളക്കണേക്കാണെന്നല്ല ഞാൻ വല്ല സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കണതാണ്. ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ടെന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഇളക്കാം. നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒന്നും കൂടി അരിച്ചെടുക്കും കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് ഇതിനെ അരിച്ച് എടുക്കാൻ വേണ്ടി പോവാട്ടോ. അതിൽ ശരിക്കും ഇത് കാണാം, ഒരു മുന്തിരി ജ്യൂസ് പോലെ ഉണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഇത് നമ്മളെ തലയിൽ വരും. ഇതിൻ്റെ ഏതെങ്കിലും ചെറുതായിട്ടൊരു കൊറ്റൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ ഡാൻഡ്രഫ് വരാൻ പെട്ടെന്ന് വരും ചെയ്യും. അതാണ് ഞാൻ അങ്ങനെ ആക്കാറില്ല. ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും പാക്കാണെങ്കിലും താളിയാണെങ്കിലും ഞാനൊരു തുണി വെച്ച് അങ്ങനെ അരിച്ചൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതാകുമ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ആ ഒരു വെള്ളം പോലത്തെ അത് മാത്രം കിട്ടുള്ളൂ. അല്ലെ പിന്നെ ഒരുമാതിരി ഇതിൻ്റെ ആ കൊറ്റൻ ഇതൊക്കെ വരുമ്പോൾ മുടിയിൽ പിന്നെ അത് കുറേ തുമ്പത്ത് ഇങ്ങനെ ഇരിക്കും ചെയ്യും. എല്ലാവരും പറയും ഉണങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് അതിനൊന്ന് കുടഞ്ഞൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ട് എൻ്റെ ഒന്നും പോകാറില്ല. പക്ഷെ എനിക്ക് ഡാൻഡ്രഫിൻ്റെ ആ ഒരു പ്രശ്നം വരും ആ സമയത്ത്. ഞാനത് കാരണം റിസ്ക് എടുക്കണില്ല. ഡാൻഡ്രഫ് ഞാൻ കുറേ ശ്രമിച്ചത് മാറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഓരോന്നൊക്കെ ചെയ്തിട്ട് തലയിൽ ഇനിയും ഡാൻഡ്രഫിനെ ഒന്നും കൂടെ വരുത്തണില്ല. അപ്പോൾ തേന ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഫ്ലാക്സ് സീഡിനെ ഒന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ പാത്രത്തിലാണ് ഞാൻ ഫ്ലാക്സ് സീഡിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. 2.5 കപ്പ് വെള്ളമായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡിലാണ് വെച്ചേക്കുന്നത്. അത് ഗുരുവായൂരുന്ന അവിടെ നിന്ന് ഗുരുവായൂരുന്ന തന്നെ പാൽ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നൊരു പാത്രമാണ്. സാറില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടേണ്ടതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഇതിനെ ഇതിലേക്ക് ഡയറക്റ്റ് ഇടല്ല ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ സാധനത്തിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും വേറൊരു ബൗൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. കാരണം നല്ല വെള്ളയ്ക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ, പൊടിയൊക്കെ ഉണ്ടാവില്ല നിറച്ച്. ഫ്ലാക്സ് സീഡിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം ഇതിലാട്ടോ ഇട്ടണത്. ഇത്രേ എടുക്കണുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും ഇതിൽ കുറേ പൊടികൾ വരുന്നുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ തന്നെ കിടക്കണ ഒരുമാതിരി കളറിൽ. അപ്പോൾ ഇത് പൊടിയുടെയാണ്. അപ്പോൾ ആ മേലയിൽ കിടക്കണ ഈച്ചങ്ങളെയാണെങ്കിലും കളഞ്ഞുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് കളയാൻ പോകണം. ഇങ്ങനെ അപ്പം ഞാൻ ഇതിന് ഒരു വട്ടം കൂടിയും കഴുകുന്നുണ്ട്. അപ്പം ഞാൻ കഴുകിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ താഴെ ഇങ്ങനെ ഒട്ടിരിക്കണോണം ഇരിക്കും അടിയിൽ പിടിക്കണത്. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. കുറച്ച് ഒരു ജാതി തീപ്പൊരി സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പത പോലെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പം അതൊന്നും ചൂടാറിയിട്ടുണ്ടാവില്ല, കുറച്ച് ടൈം എടുക്കും. കാരണം ഞാൻ കുറച്ച് നേരത്തെ മുമ്പിൽ നന്നായി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇഞ്ചക്ഷൻ കുക്കറിൽ ആ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഭയങ്കര ചൂടുണ്ടായിരിക്കുന്നുണ്ടാവുക. കാരണം അതിൽ ഓവർ ഹീറ്റ് ചെയ്യണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റൗവിലൊക്കെ നോർമലായിട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പം ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിക്കിട്ട് തൊഴിക്കാം. അപ്പം നമ്മുടെ നേരത്തെ ആ ഒരു ചെമ്പരത്തിൻ്റെ തീക്കി ഈ സാധനം ഒഴിക്കാം. ബാക്കിയുള്ളത് വീഴാണ്ട് നോക്കണം, പെട്ടെന്നിരിക്കും വരാം. തൽക്കാലം ഈ ഒരു വലിയ അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇത് വലിയ കാര്യമില്ല, ഇത് ഫേസിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനെന്തായാലും ഇപ്പം എടുക്കണില്ല. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മറ്റേ റോസ്മേരിൻ്റെ എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ടീ ട്രീ ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ചേരം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ
കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് റോസ്മേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ റോസ്മേരി ഉണ്ടാക്കേണ്ടത് വേഗം അങ്ങോട്ട് ചൂടാറണമെങ്കിൽ നമ്മളിപ്പോഴേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ അത് കാരണം ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് തലയിൽ തേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് റോസ്മേരിയുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോസ്മേരി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോഴാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കണത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു ഇത്തിരിയും കൂടി മതി വെള്ളം. അതിൻ്റെ ഒരു പകുതിയും കൂടി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമ്മുടെ റോസ്മേരി ഇതിലേക്ക് ഇടാട്ടോ. ഇത് കഴിയാറായിട്ട് ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ 2 സ്പൂണാണ് ഇടുന്നത്. ഇത്രയും മതി നമുക്ക് കേട്ടോ. ഇനി വേണ്ടത് ഉലുവയാണ് കേട്ടോ. അതൊരു സ്പൂൺ എടുത്തിടാം. ഇത്ര മാത്രം മതിയത്. പിന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് നമ്മളെ ഗ്രാമ്പുമാണ്. ഇതിനാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഒരു സാധനമില്ലേ, ആ പൂ പോലെ ഇരിക്കുന്നത്, അതാണ് വേണ്ടത്. അതൊരു 4 എണ്ണം, 4 അതിൽ കൂടുതൽ വേണ്ട. നമ്മൾ എത്ര ഇതാണോ ഉണ്ടാക്കണത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് നോർമലി ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ തലയിൽ ഇങ്ങനെ നീര് വരാണ്ട് നോക്കും ചില ആൾക്കാരുടെ. ഇപ്പം എൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയിൽ എന്തെങ്കിലും കുറേ നേരം ഇങ്ങനെ വെള്ളമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് നീരിറങ്ങും. പിന്നെ ഭയങ്കര തലവേദനയായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇടണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതിനാ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചതച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതിനാ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്റ്റൗവിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് നോക്കാൻ പറ്റും. മറ്റേൽ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് കൂടുതൽ ഓവർ ഹീറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കേണ്ട, സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് എന്തായാലും നോക്കാം. അപ്പോൾ സിമ്മിലിട്ടിട്ട് മാത്രം ചെയ്യുക. സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തലയിൽ വയ്ക്കാം. കുറേ സമയമായി, ഇരുട്ടാവാറായി. അപ്പോഴാണ് ഞാൻ തല കുളിക്കാൻ കുറേ നേരമായിട്ട് തലയിൽ എണ്ണ കുറച്ച് നേരത്തേക്ക് നന്നായി പിടിച്ച് വെപ്പിച്ച കാരണം നന്നായി തലയിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇരുന്നത് കാരണം ഇങ്ങനെ ഓരോ പാർട്ടീഷനാക്കി നമുക്ക് എടുക്കാം. കാണാൻ പറ്റുമായിരിക്കും. ഞാൻ കുനിഞ്ഞ് നിൽക്കേണ്ടി വരെയായിരിക്കും മിക്കത്. എനിക്ക് മര്യാദയ്ക്ക് ഇവിടെ വെച്ച് എടുത്താൽ മതിയായിരുന്നു. ഞാൻ കുറച്ചൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ഞാൻ ഇവിടെ വെച്ച് മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്തായാലും ഇവിടെ വെച്ച് ബാക്കിയുള്ളതും കൂടി അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ആക്കുമ്പോൾ, ഒറ്റ കൈയല്ല, സ്വന്തമായിട്ട് അങ്ങനെ ആക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും ചെയ്ത് തരുമ്പോൾ നല്ല സുഖം. നമുക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതി. ഇതിൽ കൂടെ ഒഴുകി വരുന്നൊക്കെ കാട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു. ഇതപ്പോൾ സ്വന്തമായി ചെയ്യണം. നമ്മൾ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ട് തണുത്തൊക്കെ ചെയ്തിട്ടായി കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കണത് തേന. അപ്പം നമുക്ക് അത് ഞാൻ തേന ഈ ഒരു ഇതിലേക്കാണ് ഇങ്ങനെ ഒഴിക്കാൻ പോണത്. അതിൽ കൂടുതലുണ്ട്, വേറൊരു ബോട്ടിലും കൂടി ആക്കേണ്ടി വരും. പിന്നെ നമുക്കിനി റോസ്മേരി നമ്മളുടെ ഹെയറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചടിക്കണുള്ളൂ, കാരണം തലേന്ന് രാവിലെ നമ്മൾ കുളിച്ച് വൈകിട്ട് നമ്മൾ കുളിച്ചതാണ്. അപ്പോൾ ചെറിയൊരു നനവുണ്ട്, മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വൈകുന്നേരം ഇത് ഉണങ്ങാണ്ട് കൂടി ഇങ്ങനെ തലയിലടിച്ച് കിടക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക തണുപ്പിൽ വിൽക്കും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് മാത്രം അടിക്കണുള്ളൂ. അപ്പം എൻ്റെ മുടി ഇപ്പം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോസ്മേരി ഒക്കെ അടിച്ചതിന് ശേഷം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ യൂസ് ചെയ്തിട്ടുണ്ടായ ഈ ഒരു ഓയിലിൻ്റെ ഓരോ ഡ്രോപ്പ് വീതം മാത്രം എടുത്തിട്ട് ജസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ ഞാനിങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് ഇങ്ങനെ ഏരി വയ്ക്കാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, നെറ്റ് ഇങ്ങനെ കയറിപ്പോവും. ഫുള്ളായിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഒരു സ്ക്രഞ്ചിങ് കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വയ്ക്കുന്ന ചെയ്യാറ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലിടാം. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചേക്കണ ആ ഒരു പാക്കും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇപ്പം ഈ സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത്. ഡ്രൈ പാക്കിനെക്കാട്ടും യൂസ് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിക്വിഡ് ആയിട്ടുള്ള പാക്ക് ആയിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഫ്ലാക്സീഡ് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, പിന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഹെയർ ഫോൾ ആണെങ്കിലും കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിൻ്റെ അവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി എക്കോ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.